ഒരു പുതിയ വിവരം കൂടിയുണ്ട്. ജയ്സാൽമീറിന്റെ ഈ അതിർത്തി പ്രദേശങ്ങളിലും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. അതും ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ദിവീഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങിയിട്ടില്ല. നേരത്തെ ഈ പ്രകോപനം ഉണ്ടായ സമയത്ത് മുൻകരുതൽ സൈറനുകൾ മുഴങ്ങിയിരുന്നു. ആ മുൻകരുതൽ സൈറനുകളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതായത് ജമ്മു മേഖലകളിൽ ഉണ്ടായിരുന്ന ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതായത് അവിടെ കൃത്യമായിട്ടുള്ള മുൻകരുതൽ ഇപ്പോഴും തുടരുന്നു. ഈ ബ്ലാക്ക് ഔട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിലൊരു സന്ദേശം ഞാൻ വായിക്കാം. അതായത് ജമ്മുവിലെ മുതിർന്ന ജില്ലാ അധികാരിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ജമ്മുവിലെ നിവാസികൾക്ക് വന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. അതായത് ഇറ്റ് ഈസ് നോർമൽ നൗ, ബ്ലാക്ക് ഔട്ട് ഈസ് പ്രിക്കോഷണറി. അതായത് സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നു, സാധാരണഗതിയിലേക്ക് വരുന്നു. ഇപ്പോഴത്തെ ബ്ലാക്ക് ഔട്ട്, അതായത് ഈ വൈദ്യുതി അണച്ചു വെച്ചിരിക്കുന്നത് മുൻകരുതൽ നടപടിയുടെ ഭാഗമാണ്. പീപ്പിൾ ആർ അഡ്വൈസ്ഡ് ടു സ്റ്റേ ഇൻഡോഴ്സ് ആൻഡ് ഫോളോ SOPs ഇഷ്യൂഡ് ബൈ NDMA ആൻഡ് ഗവൺമെന്റ്. ആളുകൾ പുറത്തിറങ്ങരുത്, വീടുകളിലോ സുരക്ഷിത സ്ഥാനങ്ങളിലോ മാത്രം ഇരിക്കുക, പുറത്തേക്ക് വരരുത്. അതുപോലെ തന്നെ NDMAയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും മറ്റ് സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ജമ്മു എയർപോർട്ട് സ്വാം ഡ്രോൺ അറ്റാക്ക് ഹാസ് ബീൻ ഫോയിൽഡ്. സ്വാം ഡ്രോൺ അറ്റാക്ക് ഓൾസോ ഫോയിൽഡ് ഇൻ അതർ ലൊക്കേഷൻ. ജമ്മു എയർപോർട്ടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും മറ്റ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണവും ഇന്ത്യ വിജയകരമായി തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ സന്ദേശമാണ് ഇപ്പോൾ ജമ്മുവിൻ്റെ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതായത് സ്ഥിതിഗതികൾ ശാന്തമാകുന്നു, സാധാരണഗതിയിലേക്ക് വരുന്നു. പക്ഷേ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അവിടെ ഓൾ ക്ലിയർ സൈറൻ മുഴങ്ങിയിട്ടില്ല. ബ്ലാക്ക് ഔട്ട് ഇപ്പോഴും തുടരുകയാണ്. ആളുകൾ പുറത്തിറങ്ങരുത്, വീടിനകത്തോ സുരക്ഷിത സ്ഥാനങ്ങളിലോ മാത്രം ഇരിക്കുക, അവിടെ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ വളരെ വലിയ ഒരു പ്രകോപനവും ആക്രമണ ശ്രമവുമാണ് ഉണ്ടായത്. 8 മിസൈലുകൾ എത്തി. അതുപോലെ തന്നെ നിരവധി ഡ്രോണുകളും. ജമ്മുവിൽ മാത്രം 50-ലധികം ഡ്രോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജയ്സാൽമീറിലും മറ്റ് മേഖലകളിലും, അതായത് ഉധംപൂർ, ജമ്മു, അഖ്നൂർ, പത്താൻകോട്ട്, ജയ്സാൽമീർ, അതിനോടൊപ്പം തന്നെ ഗുരുദാസ്പൂരിലും ഈ ഡ്രോൺ ആക്രമണം ശ്രമമുണ്ടായി എന്നുള്ളതാണ്. അതെല്ലാം നമ്മളുടെ S-400 മിസൈലുകൾക്ക്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർത്തെറിയാൻ സാധിച്ചിരിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ ആക്രമണത്തിന് മുന്നിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ മുട്ടുമടക്കുന്നില്ല, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു, കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നു. ഇനി ബാക്കി നിൽക്കുന്നത് പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ആണ്. ഈ പൂഞ്ച് മേഖലകളിൽ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ, ജമ്മുവിൻ്റെ തന്നെ അഖ്നൂർ ഭാഗങ്ങൾ, അതുപോലെ പത്താൻകോട്ട്, ഉധംപൂർ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങും ആർട്ടിലറി ഫയറിങ്ങും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ കരസേനയാണ് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത്, കനത്ത രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. അതെന്തായാലും അല്പം കൂടി കഴിഞ്ഞാലേ അതിൽ കൂടുതൽ വ്യക്തതകൾ വരുള്ളൂ. എന്തായാലും വ്യോമാക്രമണ ശ്രമം അത് ഇന്ത്യ പൂർണ്ണമായി തകർത്തിരിക്കുന്നു.